നമസ്കാരം. രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. നിർഭാഗ്യവശാൽ ആ കേസ് എങ്ങും എത്താതെ പോയി എന്നുള്ളൊരു ധാരണ പൊതുസമൂഹത്തിനുണ്ട്. അതിനു കാരണം ഈ കേസിനെ സംബന്ധിച്ചുള്ള ഓരോ നടപടികളും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരന് പോലും ഈ കൊള്ള നടക്കുന്ന കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തും ദേവസ്വം ബോർഡ് മന്ത്രിമാരായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും VN വാസവനും സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. PS പ്രശാന്ത് എപ്പോഴും സുരക്ഷിതനായിരുന്നു. ദേവസ്വം ബോർഡ് അംഗമായിരുന്ന ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതിരുന്നതും ഒടുവിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സ്വരം കടുപ്പിച്ചപ്പോൾ അറസ്റ്റ് ചെയ്തതും നമ്മൾ കണ്ടു. മുരാരി ബാബുവും ശ്രീകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും അടക്കമുള്ളവർ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതിനൊക്കെ പരമാവധി പ്രചാരണം കൊടുക്കാൻ വേണ്ടപ്പെട്ടവർ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തത് പരമരഹസ്യമായിട്ടായിരുന്നു. അത് ചോദ്യം ചെയ്യലല്ല, മൊഴിയെടുക്കൽ എന്നാണ് SITയും മാധ്യമങ്ങളുമൊക്കെ അന്ന് പറഞ്ഞത്. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുള്ളതായി SIT ഇപ്പോൾ കണ്ടെത്തുകയും ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം ഇടനിലക്കാരിയായി നിന്നത് ഒരു സീരിയൽ നടിയാണ് എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇവർ കഴക്കൂട്ടം സ്വദേശിനിയാണത്രേ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ക്വാറി ബിസിനസ്സും ഒക്കെ ഉണ്ടായിരുന്നതായി പിന്നീട് വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തിയതിനെക്കുറിച്ചും മാധ്യമപ്രവർത്തകർ മുമ്പ് കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ ഒരു വട്ടമോ മറ്റോ അവിടെ പോയതായി ഓർക്കുന്നു, വ്യക്തമായ ഓർമ്മയില്ല, തനിക്ക് വയസ്സ് 72 ഗൺമാന്മാരോട് ചോദിച്ചപ്പോഴും അവർക്കും ഓർമ്മയില്ല എന്നാണ് പറയുന്നത് എന്നൊക്കെയായിരുന്നു. ഇതായിരുന്നു കടകംപള്ളിയുടെ ന്യായീകരണം. ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത് കടകംപള്ളിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തിയ കടകംപള്ളി പോറ്റിയുടെ അച്ഛന് ഉപഹാരം കൊടുക്കുന്ന ചിത്രവും പുറത്തു വന്നിരുന്നു. അതുമാത്രമല്ല, ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മറ്റൊരാളും കൂടിയിരുന്ന് ചർച്ച നടത്തുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. പക്ഷേ കടകംപള്ളിക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല. കടകംപള്ളിക്ക് മാത്രമല്ല, PS പ്രശാന്തിനും സംരക്ഷിത കവചം ഒരുക്കുകയാണ് SITയും സർക്കാരും ചെയ്തത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കടകംപള്ളി മുൻ മന്ത്രിയായിരുന്നു എന്നെങ്കിലും പറയാം. എന്നാൽ പ്രശാന്തോ CPMന്റെ മുതിർന്ന നേതാവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും MLAയുമായിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിനെ വരെ അറസ്റ്റ് ചെയ്തിട്ടും പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ SIT തയ്യാറായിട്ടില്ല. മാസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച ഒരു ഇടക്കാല ഉത്തരവിൽ പ്രശാന്തിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് വിശദമായി പരാമർശിക്കുന്നുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ. എന്നാൽ ഇപ്പോഴാണ് പ്രശാന്തിനെ പ്രതി ചേർക്കാൻ SIT തയ്യാറായത്. പക്ഷേ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ SIT കണ്ടെത്തി ശേഖരിക്കുകയും ഇവർ തമ്മിലുള്ള ഇടപാടിന് ഇടനിലക്കാരിയായി നിന്നത് കഴക്കൂട്ടം സ്വദേശിനിയായ ഒരു സീരിയൽ നടിയാണെന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തത് കടകംപള്ളിക്ക് കുരുക്കായി മാറാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ പോലും ഈ കേസ് എങ്ങും എത്തുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ഒരാൾക്കുമില്ല. പിന്നെ SITയും കോടതിയും വെറുതെ വിട്ടാലും സാക്ഷാൽ അയ്യപ്പസ്വാമി വെറുതെ വിടില്ല എന്ന ഉറച്ച വിശ്വാസവുമുണ്ട്. ബാക്കിയെല്ലാം കാത്തിരുന്നു കാണാമെന്നേ ഇപ്പോൾ പറയാൻ കഴിയും.